Hello guys, welcome to my weekend day in my life. രാവിലെ തന്നെ തലേ ദിവസം സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന മുന്തിരി കുടിച്ചിട്ടാണ് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യണം. ഇതിന് അത്യാവശ്യം ബെനിഫിറ്റ്സ് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ശീലാട്ടോ. ഇപ്രാവശ്യത്തെ ഇതിന് കുറച്ച് പുളിപ്പ് ഫീൽ ചെയ്തു. സാധാരണ ഞാൻ നേരത്തെ ഇട്ട് വെക്കുമ്പോൾ നല്ല മധുരമാണ് തോന്നാറ്. അത് കുടിച്ചു കഴിഞ്ഞ് നേരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഈ വീക്കെൻഡ് ഞാൻ പി ജിയിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നേരെ ലഞ്ച് കഴിച്ചിട്ടാവാം ബാക്കി കറക്കം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ലഞ്ചിന് കഴിക്കാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഗെറ്റ് റെഡിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം നേരെ തന്നെ ആംബിഗോസിൽ പോയിട്ട് മീൽസ് കഴിച്ചു. മീൽസ് നമുക്കവിടെ ട്രിവാൻഡ്രത്ത് കിട്ടൽ കുറച്ച് കുറവാണ്. അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത് ഇതായതുകൊണ്ട് തന്നെ ഇവിടെ പോയി കഴിച്ചു. ആംബിയൻസും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയത് പോത്തീസിലേക്കാണ്. എനിക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ പോത്തീസിലേക്ക് പോയി എൻ്റെ ഇഷ്ടത്തിനൊത്ത മെറ്റീരിയലും കാര്യങ്ങളും എടുത്തിട്ട് നേരെ ഇറങ്ങി. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 3-3:30 ആയി വൈകുന്നേരം. അങ്ങനെ പിന്നെ ഇത്രയും നാളും ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ പോലും വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്ക് എത്തി. അവിടെ 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വന്നത് ഭയങ്കര ബെനിഫിറ്റായി. കാരണം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് വഴിയിട്ടാട്ടോ മോള് വരെ കയറിയത്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. മേളിൽ ചെല്ലുമ്പോഴുള്ള കാറ്റും കാര്യങ്ങളും ഇതെല്ലാം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചപ്പോഴത്തേക്കും വീണ്ടും വിശന്നു. അപ്പം ഷാർജയും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് എത്തി. അപ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് നല്ല ടയേർഡായി. കിടന്ന അപ്പം ഉറങ്ങുന്നുള്ള പരുവത്തിലായി. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ.